സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസം. തിരുവനന്തപുരത്ത് മുതലപ്പൊഴിയിലും അഞ്ചുതെങ്ങിലും വീടുകളിൽ വെള്ളം കയറി. വീടിന്റെ അടിത്തറ ഭാഗികമായി തകർന്നു. ഇന്നലെ രാത്രി മുതൽ കടകടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധനം ഇടയ്ക്ക് ഉള്ളതുകൊണ്ടെങ്കിലും പോകാൻ പറ്റില്ല. ചില്ലറ മാത്രം സേഫ്റ്റി ആയിട്ട് ഇടയ്ക്കുള്ള വീട്ടിൽ ഇട്ടായിരുന്നല്ലോ രാത്രി. പിന്നെ രാവിലെ ഒരു 7:30 മണിയായപ്പോഴാണ് ആ ടൈല് ജനലിന്റെ താഴെ ഉള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത്. 12 മണി സമയമായപ്പോൾ ഭയങ്കരമായ ശക്തിയായിട്ട് കഴിച്ചത്. അമ്മ ഇവിടെ തിര കുറഞ്ഞിരുന്നു വെള്ളം പോകാൻ. ഇതിന്റെ അകത്തും കയറി അമ്മ തൈ കട്ടിന് കിടന്നു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? എവിടെ ഓടി ഇറങ്ങും? കൈ വയ്യ, കാല് വയ്യ, കൈ സ്വാധീനമില്ല. കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. തീരദേശവാസികൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഷിൻ ഡിയാഗോ, ആലപ്പുഴയിൽ നിന്ന് ശ്രീജിത്ത് എന്നിവർ തുടരും. ആദ്യം അഷിൻ ഡിയാഗോയിലേക്ക്. കടൽ പ്രതിഭാസം എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അഷിൻ? നികേഷ്, കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇന്നലെ മുതൽ തിരുവനന്തപുരം ജില്ലയിൽ പല ഭാഗത്തും ശക്തമായ കടലാക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെയും അതിശക്തമായ കടലാക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. മുതലപ്പുഴി അതുപോലെ തന്നെ അഞ്ചുതെങ്ങ്, ഈ രണ്ട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ അഞ്ചുതെങ്ങ് മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച കടലാക്രമണം ഇന്നും രാവിലെയും തുടരുകയാണ്. ഈ അഞ്ചുതെങ്ങ് പൂത്തുറ ഭാഗത്താണ് ഇത്തരത്തിൽ വീടുകളിലേക്ക് കടൽ വെള്ളം അടിച്ചു കയറിയത്. ഇവിടെ 3 മുതൽ 4 വീടുകളിൽ വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വീടുകളിലെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ ബന്ധുവീടുകളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീടിന്റെ അടിത്തറ ഏതാണ്ട് ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഇവരെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പേരെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത്. ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെഡ് അലേർട്ട് ആയിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത് ഓറഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെട്ട തിരയടിയിൽ അല്പം ആശ്വാസമുണ്ട്. അതായത് അത്ര ശക്തമായ തിരയടി ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. എങ്കിലും പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളം കയറുന്നുണ്ട്, വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. ഈ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് രാത്രി 11:30 വരെ ഇത്തരത്തിൽ അതിശക്തമായ തീവ്രമായ കടലാക്രമണത്തിനും തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ ജാഗ്രത പുലർത്തണം. ഇവർക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനാവശ്യമായി കടലിലേക്ക് ഇറങ്ങരുത്, കടലിലേക്കുള്ള വിനോദങ്ങൾ ഒഴിവാക്കണം. മാത്രമല്ല മത്സ്യബന്ധന യാനങ്ങൾ, വള്ളങ്ങൾ എന്നിവ കെട്ടിയിട്ട് നിശ്ചിത അളവിൽ ദൂരത്തിൽ കെട്ടിയിട്ട് സംരക്ഷിക്കണമെന്നും അങ്ങനെ നിരവധിയായിട്ടുള്ള അറിയിപ്പുകളുണ്ട്. 8 മണിക്ക് ശേഷം മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുത്, ചെറുവള്ളങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുത്, അങ്ങനെ ഇവർക്ക് വേണ്ടിയുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ കടൽ ഏതാണ്ട് ശാന്തമായി വരുന്നു എന്നൊരു അവസ്ഥ മാത്രമാണ്. പക്ഷേ പല വീടുകളിലേക്കും വെള്ളം കയറുന്നുണ്ട്. ഒരു ജാഗ്രതാ മുൻകരുതൽ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഈ പല വീടുകളെയും വീട്ടിലുള്ള ആളുകളെയും ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നികേഷ്, ഡിയാഗോ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീജിത്ത് കൂടി ചേരുന്നു നമ്മോടൊപ്പം. ആലപ്പുഴയിലെ തീരദേശത്തെ അവസ്ഥ എന്താണ് ശ്രീജിത്ത്? നികേഷ്, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ കടലേറ്റമുണ്ടായിരുന്നു. പുറക്കാട്, പുന്നപ്ര, കോയിക്കൽ കടൽത്തീരങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായി. എന്നാൽ ഈ മുന്നറിയിപ്പുള്ളതുകൊണ്ട് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും മറ്റും മാറ്റിയതിനാൽ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ തീരത്ത് സ്ഥിതിഗതികൾ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് പോകുന്നത്. ശക്തമായ തിരയടിയില്ല. എന്നാൽ ഉച്ചയ്ക്ക് 12 മണി കഴിയുന്നതോടെ വേലിയേറ്റം വരുമ്പോൾ ഈ തിരയടി ശക്തമാകാൻ സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇരിക്കാൻ ആളുകളുടെ തീരദേശം മറ്റും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇതുവരെ അപകടകരമായ പ്രശ്നങ്ങളൊന്നും ആലപ്പുഴ തീരത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്നലെ പുറക്കാട്, അതോടൊപ്പം തന്നെ പുന്നപ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ കടലാക്രമണം ഉണ്ടായിരുന്നു. വീടുകളിലേക്കും മറ്റും വെള്ളം കയറുന്ന സ്ഥിതി തീരദേശത്തെ ആളുകൾ മാറിയുള്ള സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മത്സ്യബന്ധന ഉപകരണങ്ങളും വലയും മറ്റുമൊക്കെ നേരത്തെ തന്നെ ഈ മുന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ മാറ്റി. അതുകൊണ്ട് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.